ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കൺഫർമേഷൻ PSC കൺഫർമേഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ലോഗിനൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് നവംബറിൽ നടക്കാൻ പോകുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എക്സാമിൻ്റെ കൺഫർമേഷനാണ്. കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഞാനത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ OTP വന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരും. അപ്പോൾ കൺഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അതിൽ ഏതൊക്കെ എക്സാമ്പിൾ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവോ അത് അവിടെ കൺഫർമേഷൻ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിട്ടാണ് വരും. ഇവിടെ 2 എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനും വന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതാ നമ്മൾ ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കണം, താലൂക്ക് ഏതാണെന്ന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലറേഷന് ഓക്കെ കൊടുക്കണം, കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നത്. എല്ലാ എക്സാമിനും ഇതുപോലെ തന്നെയാണ്. ഡിസ്ട്രിക്റ്റ് കൊടുക്കണം, താലൂക്ക് കൊടുക്കണം, അതുപോലെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഏതൊക്കെ കൺഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രീവിയസ് കൺഫർമേഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അതുപോലെ ആക്റ്റീവ് കൺഫർമേഷൻസ് എന്ന് പറയുന്ന അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ എക്സാമുകൾ കൺഫർമേഷൻ കൊടുക്കണം എന്നതും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറേറ്റ് എക്സാം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.